വികസനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം എന്നത് അവരെ ശാക്തീകരിക്കുന്നതിലൂടെയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെയും സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിലൂടെയും ലക്ഷ്യമിടുന്നതാണ്. ഇതിൽ സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, സുരക്ഷിത എന്നിവ ഉൾപ്പെടുന്നു. ഇതിനായി വിവിധ സർക്കാർ പദ്ധതികളും സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളും ലഭ്യമാണ്. സ്ത്രീകളുടെ വികസനം. സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം. വരുമാനം നേടാനുള്ള അവസരങ്ങൾ നൽകുക, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കുക, നൈപുണ്യ വികസന പരിശീലനങ്ങൾ നൽകുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. വിദ്യാഭ്യാസം. സ്ത്രീകൾക്ക് ലഭ്യമാകുന്നതിന് ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതികളുണ്ട്. സുരക്ഷ. ലൈംഗിക തടയുന്നതിനും പീഡനം എന്നിവ സംരക്ഷണം നൽകുന്നതിനും പ്രത്യേക പദ്ധതികൾ നിലവിലുണ്ട്. നിയമപരമായ പരിരക്ഷ. നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധനം നൽകുകയും അവ നടപ്പിലാക്കാൻ സ്ഥാപനപരമായി പിന്തുണ നൽകുകയും ചെയ്യുക. കുട്ടികളുടെ വികസനം. പോഷകാഹാരം. അംഗനവാടികളുടെയും മറ്റു പദ്ധതികളുടെയും പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്നു. ആരോഗ്യം. പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ എന്നിവ നൽകുക. വിദ്യാഭ്യാസം. അംഗനവാടിയുടെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുക. സുരക്ഷ. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പദ്ധതികളുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതവും സ്നേഹസമ്പന്നവുമായ അന്തരീക്ഷം നൽകുക. സാമൂഹ്യ സംരക്ഷണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ധനസഹായം നൽകുകയും അവരുടെ പുനരധിവാസത്തിന് സഹായിക്കുകയും ചെയ്യുക. നടപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. സർക്കാർ വകുപ്പുകൾ. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിനായി പ്രത്യേക വകുപ്പുകളുണ്ട്. സർക്കാർ തലത്തിൽ മറ്റ് രീതികളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സർക്കാർ വികസനത്തിൽ കുട്ടികളും